നമസ്കാരം. ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ക്ഷമയോടെ ഒത്തുകൂടുന്ന ഇടം ലഹരിവിരുദ്ധ ദിനത്തിൽ ബെബ്കോ സെന്റർ അടഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് സമുദ്രാവിഷൻ പകർത്തിയത്. ജീവിതത്തോടുള്ള മത്സരമാകട്ടെ നമ്മുടെ ലഹരി. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം. ലഹരിക്കെതിരായ അവബോധം ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടമാണിത്. ലഹരിവിരുദ്ധ ദിനത്തിൽ രത്നാകരൻ ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ലഹരി ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കുട്ടികൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ലോകത്ത് തന്നെ ഒരു നാളത്തെ ഭാവി ഉള്ളവരാണ്. അവർ വളരെയധികം അതിനെക്കുറിച്ച് പേരൻസും പറഞ്ഞു മനസ്സിലാക്കണം. ഒപ്പം സ്കൂൾ ടീച്ചേഴ്സും സമൂഹം എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരന്മാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതിൻ്റെ ദുരവസ്ഥകൾ. അതുകൊണ്ട് ആരും ഒരിക്കലും ലഹരിക്ക് അടിമയാകരുത്. ലഹരിക്ക് അടിമയായ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ താറുമാറായി പോവും. നാളത്തെ ഭാവിയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത്. പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവരെ വരെ ഒരേ രീതിയിൽ തൻ്റെ വലയിലാക്കാനായി അവൻ ചുറ്റിലും പതുങ്ങിയിരിപ്പാണ്. ലോകത്താകമാനമുള്ള മനുഷ്യരെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിപത്താണ് ലഹരി. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുവാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായുള്ള പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം മുതിർന്നവരിലും കുട്ടികളിലും ഒരേ രീതിയിൽ കണ്ടുവരുന്ന കാലമാണിത്. ഓരോ ചുവടുവയ്പിലും ജാഗ്രതരായിരിക്കേണ്ട സാഹചര്യം. സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടാൻ പതുങ്ങിയിരിക്കുന്ന ലഹരി കൈകളാണ് ചുറ്റും. അവരുടെ ഓരോ ചുവടിലും അത് അവരെ പിന്തുടരുന്നു. മയക്കുമരുന്നുകൾ അവരെ തുറിച്ചു നോക്കുന്നു. പുകയില കൈകൾ അവരുടെ കഴുത്ത് ഞെരിക്കാൻ അവസരം കാത്തിരിക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാരാൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരിക്ക് കീഴ്പ്പെട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അവരുടെ പഠനത്തോടും ജീവിതത്തോടുമുള്ള താൽപ്പര്യത്തെ പാടെ ഇല്ലാതാക്കും. കുട്ടികളെപ്പോലെ തന്നെ ലഹരി യുവാക്കളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. യുവാക്കളിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ക്രിയേറ്റീവ് കാലഘട്ടം ലഹരിയാൽ നഗരതുല്യമാക്കപ്പെടുന്നു. മയക്കുമരുന്നിൽ അടിമപ്പെട്ട് സ്വന്തം രക്ഷിതാക്കളെ വരെ കൊലപ്പെടുത്തുന്ന യുവതീ യുവാക്കളുടെ വാർത്ത ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെയാണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കൊന്നുകളയാനുള്ള ശേഷി ലഹരിക്കുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരിയെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും തുരത്തി ഓടിക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തോടുള്ള മത്സരമാകട്ടെ നമ്മുടെ ലഹരി.